പ്രദേശങ്ങളിലും മഞ്ഞുമലകൾക്കിടയിലും കിടക്കുന്ന വൈറസുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉരുകുന്ന ആർട്ടിക് പെർമാഫ്രോസ്റ്റ് സോംബി വൈറസുകളെ പുറത്തുവിടുമെന്നും ഇത് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാകുമെന്നുമാണ് അവർ അന്ന് പറഞ്ഞത്. എന്നാൽ വൈറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ പഠനമനുസരിച്ച് അന്റാർട്ടിക്കയുടെ വിദൂര ഭാഗത്ത് ശാസ്ത്രജ്ഞർ 13 പുതിയ വൈറസുകളെ കൂടി കണ്ടെത്തിയതായി പറയുന്നു. ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള 13 പുതിയ വൈറസുകളിൽ 2 മനുഷ്യരെ ബാധിക്കാനുള്ള കഴിവുണ്ട്. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. അന്റാർട്ടിക്കയിലെ മക്മുർഡോ സൗണ്ട് മേഖലയിൽ 2 വർഷത്തോളം വെഡൽ സീലുകളിൽ പഠനം നടത്തിയതിനെ തുടർന്നാണ് സംഘം പാപ്പിലോമ വൈറസ് കുടുംബത്തിൽ നിന്നുള്ള ഇനങ്ങളെ കണ്ടെത്തിയത്. ഈ സൂക്ഷ്മജീവികൾക്ക് മനുഷ്യനെയും ഉരഗങ്ങളെയും പക്ഷികളെയും സസ്തനികളെയും ബാധിക്കാൻ കഴിവുണ്ട്. 2015-നും 2017-നുമിടയിൽ വിദഗ്ധർ എടുത്ത 109 സാമ്പിളുകളിലെ സ്രവങ്ങളിലാണ് വൈറസുകളുള്ളത്. കണ്ടുപിടുത്തത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന പഠനം വൈറോളജി ജേണലിലാണ് ഗവേഷകർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭാവിയിലെ ഗവേഷകർക്ക് പാപ്പിലോമ വൈറസുകളുടെ പരിണാമം മനസ്സിലാക്കാൻ ഈ കണ്ടെത്തലിലെ പഠനം സഹായിക്കുമെന്നാണ് ഗവേഷക സംഘം അഭിപ്രായപ്പെടുന്നത്. മറ്റ് ശാസ്ത്രജ്ഞർ അവഗണിക്കുന്ന ജീവികളിൽ വൈറസുകൾ കണ്ടെത്തുന്നതിൽ താൻ ആവേശഭരിതനാണെന്ന് 2ാം വർഷ PhD വിദ്യാർത്ഥിനിയും പേപ്പറിന്റെ പ്രധാന രചയിതാവുമായ മെലാനി റഗ്നി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. വൈറസുകൾ എല്ലായിടത്തുമുണ്ട്. അവ പ്രപഞ്ചത്തിലെ ഏറ്റവും സമൃദ്ധമായ അസ്തിത്വമാണ്. മാത്രമല്ല, മുഴുവൻ ഭൂഖണ്ഡങ്ങളെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അന്റാർട്ടിക്ക വളരെ പ്രാകൃതവുമാണ്. കൂടാതെ മനുഷ്യ സാന്നിധ്യം ഏറ്റവും കുറവുള്ള ഒരേയൊരു ഭൂഖണ്ഡവും ഇതാണ്, മെലാനി കൂട്ടിച്ചേർത്തു. മെലാനി റഗ്നിയുടെ സംഘം വൈറസുകളുടെ ജീനോമുകൾ ക്രമീകരിച്ച് അവയെ അറിയപ്പെടുന്ന പാപ്പിലോമ വൈറസുകളുടെ ജീനോമുകളുമായി താരതമ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും 13 നോവൽ പാപ്പിലോമ വൈറസുകളെ കണ്ടെത്തിയതായി പഠനം വെളിപ്പെടുത്തുന്നു. അതേസമയം പല ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധകളും രോഗലക്ഷണങ്ങളൊന്നും കാട്ടാറില്ല. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടായവരിൽ 90% പേരിലും 2 വർഷം കൊണ്ട് ഇത് തനിയെ മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ ചിലരിൽ ഇത് സ്ഥിരമായി നിൽക്കാനും സാധ്യതയുണ്ട്. ഹൈറിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട HPV 16-ഉം 18-ഉം ഇത്തരത്തിൽ സ്ഥിരമായി നിൽക്കാൻ സാധ്യത കൂടുതലുള്ളവയാണ്.